ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഴിമന്തിയാണ്. ഈ കാണുന്ന കുഴിമന്തി ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് വീട്ടിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ളൊരു കുഴിമന്തിയാണ്. അപ്പം വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് മസാല ഉണ്ടാക്കാം. അപ്പം ഗരം മസാല ആദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് മാഗി ക്യൂബ് ഒരു 2-3 പാക്കറ്റ് ഇട്ടിട്ട് ശരിക്കൊന്ന് ഞെരടി കൊടുക്കുക കൈകൊണ്ട്. അത് കഴിഞ്ഞ് കശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി, അത് ആവശ്യത്തിനെടുക്കുക. എന്നിട്ട് അത് മൂന്നും കൂടെ കൈകൊണ്ട് ശരിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് ശരിക്കും പേസ്റ്റ് പോലാക്കി മിക്സ് ചെയ്തെടുക്കുക. മസാലയോ മുളക് പൊടിയോ എല്ലാം കുറവണമെങ്കിൽ കുറച്ചുകൂടി ഇട്ടിട്ട് ചിക്കനിലോട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഒന്ന് നോക്കാം, ഉപ്പ് നോക്കട്ടെ. ഓപ്പാക്കണോ അത്? ഉപ്പ് അത് മതിയുണ്ട്. ആ മേഘാട്ടയിൽ ഉപ്പുണ്ടാവും അല്ലേ അത്യാവശ്യം? അതെന്തിനാ മാഗി? എനിക്കൊന്ന് പറഞ്ഞോ. അതെന്തിനാ അതെന്തിനാ പറ്റിയ? അതിൽ മസാല ഇടാം എല്ലാത്തിൻ്റെയും. ഇനി റൈസ് വെക്കാൻ വേണ്ടിയുള്ള വെള്ളം വെക്കാം. അതിലേക്ക് കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, ഉണങ്ങിയ നാരങ്ങ, കറുവപ്പട്ട ഇല എന്നിവ ഇടാം. അരി ഒട്ടാക്കാൻ വേണ്ടി ഒരു നുള്ള് സുർക്ക, വിനാഗിരി. അരി എന്നാ ഒട്ടായിരിക്കാൻ വേണ്ടി. ഓക്കെ. ആ ഓയിൽ കുറച്ച് വയ്ക്കാം. അത് അടി പിടിക്കാക്കാനാട്ടോ. ഞാൻ ഉള്ളി അരിയണ എടുക്കണെങ്കിൽ എടുക്കാം. അരി ഇത് നൈസായിട്ട് ഇതിലേക്കുള്ള ഉള്ളി അരിയണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ചെറുതാക്കി ഒരു സവാള മതിയാവും. റൈസിനുള്ള വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു വേറെ കുക്കർ വെക്കാം. വെള്ളം പറ്റത്തൊക്കെ വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. മലപ്പുറത്ത് നാളെ ഇറക്കി 1000 പേർക്കുള്ള കുഴിമന്തി. അത് കഴിഞ്ഞ് ഗ്രാമ്പും ഏലക്കായും കറുവപ്പട്ടയും ഒക്കെ ഇടാം. കുറച്ച് ജീരകവും. എന്നിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേന് അതിലോട്ട് ചിക്കൻ ഓരോ പീസായിട്ട് പെറുക്കി വെക്കാം. ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് വെക്കണം, എന്നാലും മറിക്കാൻ പറ്റത്തുള്ളൂ. മതിയോ? എല്ലാം കൂടി ഇട്ടാലോ? അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റൊരു ഫ്രൈ ചെയ്യും.
ഒരു സൈഡ് വെന്ത് ചെയ്യുമ്പോഴത്തേനും മറിച്ചിട്ട് കൊടുക്കാം. ആ അരിയിടാൻ പാകത്തിന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരിയിടാം. ബസുമതി റൈസ്. അപ്പോൾ റൈസൊക്കെ തിളച്ച് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിപ്പ പാത്രത്തിലേക്ക് പാത്രത്തിലെത്താം. അരി വാർത്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ആവി. ഈ ക്യാമറ വരാമെങ്കിൽ മഞ്ഞ കളർ ചിക്കൻ വറുത്ത എണ്ണ കുറച്ച് റൈസിൻ്റെ മണ്ടയാണ് നമ്മൾ എടുത്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനെല്ലാം കൂടെ ആ കുക്കറിനകത്തോട്ട് അടിയിലോട്ട് ഇടുക. എന്നിട്ട് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വെന്തിരിക്കുന്ന ഈ റൈസ് അതിൻ്റെ മണ്ടയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മന്തി ദമ്മിട്ട് കുഴിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ ജെസിക്കാനെ വിളിക്കട്ടെ. JCB വേണ്ടി വരും. ഇതിങ്ങനെ ദമ്മിട്ടതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ മണ്ണിൽ കുഴിച്ചിടണം. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് മൊത്തം റൈസിലേക്ക് കയറുള്ളൂ. റൈസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മറ്റേ ചിക്കൻ വറുത്തപ്പം അതിൽ നിന്ന് കിട്ടിയ എണ്ണ അത് ഒഴിച്ചു കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് മഞ്ഞ കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കും. അപ്പം എല്ലാം ഏകദേശം നല്ലൊരു വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് തുറന്ന് നോക്കാം. അടിപൊളി മണം. നല്ല രസമുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട്. വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയും വെന്തിരുന്നെങ്കിൽ ഈ അരിയെല്ലാം കൂടെ കൂട്ടി പൊട്ടിയേനെ. അപ്പോൾ നമുക്കിതൊരു ബേസിനിലോട്ട് കോരി മാറ്റി വെക്കാം. കോരുമ്പോഴത്തേനും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം കോരാൻ. അപ്പോഴേ ആ കളറൊക്കെ എല്ലായിടത്തും ചെല്ലത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള കുഴിമന്തി. നമുക്കിത് കുഴിച്ചൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഒരു കുക്കറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കുഴിമന്തി ഉണ്ടാക്കാൻ പറ്റും. ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിനിപ്പോൾ വീഡിയോ കണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവരും ശ്രമിച്ച് നോക്കുക. ആദ്യം നമ്മുടെ കുഴിമന്തി സെറ്റായിട്ട് ദൈവം വിളമ്പേന് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല രസമുണ്ട്. നല്ല കളർഫുള്ളാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ മയോണൈസും ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂട്ടി വേണം കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് കുഴിമന്തി ഉണ്ടാക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ.